ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഈ വീഡിയോ ആരംഭിക്കുന്നതിന് മുന്നേ ഞാനൊരു കാര്യം നിങ്ങളോട് പറയുകയാണ്. ഈ കഴിഞ്ഞ വീഡിയോയിൽ 2 വീഡിയോ ഞാൻ ചെയ്തു തരുന്നത് ശിവനെ പറ്റി പറഞ്ഞ് അതിലെല്ലാവരും എനിക്ക് നല്ലൊരു പ്രസൻറ്റേഷനാണ് കൊടുത്തത്. അത് നിങ്ങൾ കുറേ പേര് ഓം നമ ശിവായ എന്നുള്ളൊരു കമൻറ്റ് അത് ഇട്ട് കഴിയുമ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കരഞ്ഞു കേട്ടോ. ആരുടെയെങ്കിലും നാവ് കൊണ്ട് ആ ഓം നമ ശിവായ എന്ന് എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങളത് പറഞ്ഞപ്പോൾ ഞാൻ ഏതോ ഒരു ജോലി ചെയ്ത് തീർത്ത ഒരു തൃപ്തിയുണ്ട് എനിക്ക്. സത്യം, ഒരു ആത്മനിർവൃതി, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരുപാട് നന്ദി. എല്ലാവരും ആ ശിവൻ എന്ന തത്വത്തെ മനസ്സിലാക്കുക. അമ്പലത്തിലോ അല്ലെങ്കിൽ വേറെ എവിടെയോ കാണുന്ന ഒരു ശില മാത്രമല്ല ശിവൻ എന്ന തത്വം. അത് നമ്മളിലുള്ളിൽ തന്നെയാണുള്ളത്. ആ സത്യത്തെ തേടി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, ആ ധ്യാന നിലയിൽ നമ്മൾ ഇരിക്കുമ്പോൾ, നമ്മൾ ആരാണ്, നമ്മുടെ ഡ്യൂട്ടി എന്താണെന്നുള്ളതെല്ലാം നമ്മൾക്ക് ഉണരാൻ പറ്റും. അപ്പോൾ കൂട്ടുകാരെ, തുടർന്ന് വീഡിയോ കാണുക. ഞാനിതെൻ്റെ ഒരു സ്വാർത്ഥ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടല്ല ഞാൻ ഈ ചാനലിൽ സംസാരിക്കുന്നത്. ഞാൻ ആരോടും സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല. അത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ എൻ്റെ ഈ വീഡിയോയ്ക്കകത്തെ ഒരു കാര്യങ്ങളെങ്കിലും നിങ്ങൾ ഉൾക്കൊണ്ടാൽ മാത്രം നിങ്ങൾ എന്നെ ഫോളോ ചെയ്താൽ മതി എന്നുള്ള ഒരു കണക്ക് കൂട്ടലാണ്. അതുകൊണ്ടാണ് ഞാൻ ബലമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ ആവശ്യപ്പെടുന്നില്ല. അങ്ങനെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് ആവശ്യവുമില്ല കൂട്ടുകാരെ. നിങ്ങൾ ആരെങ്കിലും ഒരാളെങ്കിലും ഈ ചെയ്ത ഇത്രയും പേരും 700 സംതിങ് എനിക്ക് സബ്സ്ക്രൈബർ ഇതിനകത്തുണ്ട്. അത്രയും പേര് എൻ്റെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ പിന്തുടരണമെന്ന് തോന്നി നിങ്ങൾ ചെയ്ത ആ സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എപ്പോഴും എൻ്റെ നന്ദി. ശിവൻ്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് കേട്ടോ. അപ്പോൾ സത്യങ്ങളെ തേടി ആരൊക്കെ യാത്ര ചെയ്യുന്നു അവർ മാത്രമേ ഈ വീഡിയോകളൊക്കെ കാണാനോ അല്ലെങ്കിൽ ഇതിനകത്തൊരു കമൻറ്റ് ഓം നമ ശിവായ എന്ന് പറഞ്ഞൊരു കമൻറ്റ് ഇടാനോ തോന്നത്തുള്ളൂ. നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ നമ്മൾ ചെയ്യുന്ന പൂജാ പരിഹാരങ്ങളോ ഒന്നുമല്ല ഭഗവാന് വേണ്ടിയത്. നിങ്ങളവിടെ അമ്പലത്തിൽ പോയി കൊടുക്കുന്ന ആ ഒരു പട്ടുവസ്ത്രമോ അല്ലെങ്കിൽ ഒരു കാണിക്കയോ ഇല്ലെങ്കിൽ ശിവന് ചാർത്തുന്ന ഒന്നുമല്ല നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഭഗവാന് വേണ്ടിയത്. ഭഗവാനോട് നിങ്ങൾ ചോദിക്കുന്ന കാര്യം, അതേ കാര്യം വേറൊരാളോട് നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്കത് ചെയ്യാനുള്ള മനസ്സുണ്ടോ? നിങ്ങൾ ശിവനായി മാറണം. നിങ്ങൾ ശിവമായി മാറണം. ആ ഒരു മനസ്സിലേക്ക്, ആ ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങളെപ്പം മാറുന്നോ അപ്പോൾ മുതൽ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ തനിയെ വരികയാണ്. ശിവൻ നിങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുക്കുകയാണ് അപ്പോൾ ചെയ്യുന്നത്. എത്ര പ്രശ്നങ്ങൾ വന്നാലും നിങ്ങൾ ടെൻഷനാവുകയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഫീൽ ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വരുന്ന സമയത്ത് വരുന്നതെല്ലാമേ നമ്മൾ ഉൾക്കൊണ്ടാൽ മാത്രം മതി. അതിൻ്റെ എല്ലാം ഭഗവാൻ ഏറ്റെടുത്തോളും. അതുമാത്രം നിങ്ങൾ പോയി പറഞ്ഞാൽ മതി ഭഗവാനോട്. വഴി അറിയാതെ ഇങ്ങനെ അലയുകയാണ്. ഏത് വഴിയിൽ പോകണമെന്നറിയില്ല. എന്നെ ശരിയായിട്ടുള്ള ഒരു വഴി നടത്തിൽ, എന്നെ ഒരു വഴിത്തിരിവിന് എന്നെ കൈപിടിച്ച് കൂട്ടിയിട്ട് പോകുന്നു മാത്രം നിങ്ങൾ ഭഗവാനോട് പറഞ്ഞാൽ മതി. കറക്റ്റായ റൂട്ടിൽ നിങ്ങളെ കൊണ്ട് എത്തിക്കും ഭഗവാൻ. അതാണ് നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മളെ ചവിട്ടിത്താക്കാനും നമ്മുടെ ശ്രമങ്ങളെ പരാജയപ്പെടുത്താനും നീ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല സത്യം. നീ ചോദിക്കുന്നതെല്ലാം തന്നാൽ മാത്രമാണ് ദൈവം ഉള്ളതെന്ന് പറയുന്നവരോട് ഒന്നും നിങ്ങൾ പ്രതികരിക്കണ്ട. നിങ്ങളുടെ റൂട്ടിൽ നിങ്ങൾ പോകുമ്പം നിങ്ങൾക്കേ ഉണരാൻ പറ്റും ആ സത്യങ്ങളെ. ഈ പറയുന്നവരെല്ലാവരും നമ്മൾക്ക് അനുകൂലമായിട്ട് വരും. അപ്പോൾ അതുവരേക്കും നിങ്ങളുടെ കർമ്മങ്ങൾക്കനുസരിച്ചുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് നേരിടണമെങ്കിൽ, നിങ്ങൾക്ക് ആ ശക്തി കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ സീമാജി എന്ന ആ പ്രകൃതി ശക്തി പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കണം. നിങ്ങൾ ആ വീഡിയോ എല്ലാം പോയി കാണണം. അതിൽ നിന്ന് കിട്ടുന്ന അറിവും ആ ജ്ഞാനവും കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ സ്വയം പ്യൂരിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് എല്ലാത്തിൽ നിന്നും വെളിയിൽ വരാൻ പറ്റുള്ളൂ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് ശിവനെപ്പറ്റി തുടർന്നുള്ള വീഡിയോകളിലെല്ലാം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ, ഞാൻ ഉണർന്ന വിഷയങ്ങൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. അതല്ലാതെ നിങ്ങൾ ഇത് ചെയ്യണം, അത് ചെയ്യണം, ആ പൂജ ചെയ്യണം, ഈ പൂജ ചെയ്യണം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. കുറേ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാം, അതുമാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ തുടർന്ന് നമ്മൾക്ക് ശിവനെപ്പറ്റി ഉള്ള വീഡിയോകളൊക്കെ നമ്മൾക്ക് കാണാം. നമ്മുടെ ജീവിത സത്യങ്ങൾ എന്താണ്, അതിനെപ്പറ്റിയൊന്നും അഗാധമായിട്ട് എനിക്ക് അറിവില്ലെങ്കിൽ പോലും ഞാൻ ഉണർന്ന വിഷയങ്ങളെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നല്ലതായിരിക്കട്ടെ, എല്ലാവരും നല്ലതായിരിക്കണം.
എല്ലാവർക്കും സർവ്വൈശ്വര്യങ്ങളും ഭഗവാൻ കൊടുക്കട്ടെ. നന്ദി, നമസ്കാരം.